Good evening and welcome to a brand new episode of Superstar. Christmas celebrations episode കഴിഞ്ഞിട്ട് വീക്കെൻഡും കഴിഞ്ഞിട്ട് today we are here with yet another beautiful episode of Superstar. ഇന്നത്തെ എപ്പിസോഡ് ഫൈനൽ എപ്പിസോഡാണ്. ഈ ഫൈനൽ സെഗ്മെന്റിൽ, ഈ ഫൈനൽ സീസണിൽ ഈ ഒരു സെഗ്മെന്റിൽ നമുക്ക് 4 പെർഫോമൻസസ് ഉണ്ട് ആൻഡ് 4 ലാസ്റ്റ് കോമ്പറ്റീഷൻ പെർഫോമൻസസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒപ്പം ഉള്ളത് ഇസ് ഗോയിങ് ടു ബി എ സെലക്ഷൻ റൗണ്ട്. ആൻഡ് ഇന്നത്തെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ലെറ്റ് മീ ടേക്ക് ദ പ്രിവിലേജ് ടു വെൽക്കം our panel of judges, Sharad sir, Alphonse sir, the very dynamic Mahati ma'am. Welcome to the show once again. And ഇനി നമ്മളുടെ എല്ലാ സിംഗേഴ്സിന്റെയും ബാക്ക് ബോണും എല്ലാവരുടെയും സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിൽക്കുന്ന ഓർക്കസ്ട്ര ടീം എക്സ് ബാൻഡ്. വെൽക്കം ടു ദ ഷോ. അപ്പോൾ വിത്ത് ദിസ് it's time for us to begin with this beautiful season, the beautiful episode of Superstar. ആദ്യമായിട്ട് വേദിയിൽ എത്താൻ പോണത് അഞ്ജു ആണ്. ആൻഡ് അഞ്ജു നമുക്ക് വേണ്ടി പാടാൻ പോണത് the very super duper hit movie ദീവാനയിലത്തെ ഹിന്ദി സോങ് ആണ്. So let's all stay back and stay tuned and watch her performance. ऐसी दीवानगी देखी नहीं कहीं मैंने, इसलिए
जाने जाना दीवाना मेरा नाम रख दिया. അഞ്ജു സർ, ഒരു എന്താ പറയണ്ടേ, അക്കാലത്ത് ഒരു വലിയ ഹിറ്റായിരുന്നു. അപ്പോൾ ഈ പാട്ട് അഞ്ജു ആണോ സെലക്ട് ചെയ്തത്? ആണോ? ഓക്കെ ഓക്കെ. ആ തുടക്കത്തിലൊക്കെ ഇപ്പോൾ എന്താ പറയണ്ടേ, ചെറിയ താഴെയുള്ള സംഗതികളൊരു അഞ്ജുന് ഒരു വല്ലാത്ത സ്ട്രെയിൻ ഫീൽ ചെയ്യുന്നു. പിന്നെ മോളെ അത് മൊത്തത്തിൽ അങ്ങനെ എന്തോ എന്നൊക്കെ സംഭവിച്ചു പോയി. അത് പ്രത്യേകിച്ച് ഇങ്ങോട്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇങ്ങ് എത്തിയില്ല അത് കേട്ടോ. അത് അങ്ങനെ ഒരു മോള് എന്നാൽ മോൾ പോർഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഒരു ജുംബ വന്നിട്ടില്ല, അതാണ് ഇതിൻ്റെ പ്രധാനമായിട്ടുള്ള. പിന്നെ സെക്കൻഡ് ചാനലത്തിൻ്റെ എൻ്റെ എന്താണ് ആ സിങ്കപ്പേഷൻ, അത് പെർഫെക്റ്റ് ആയിട്ടൊരു അത് താളത്തിൽ വന്ന് വീഴാണ്ട് ഒരു ഡുംഡുമായത്. അത് ഞാൻ വിചാരിച്ചു പെട്ടെന്ന് വേർഡ്സ് മറന്നുപോയിന്ന്. അപ്പൊ അത് ഓർമ്മ വരികയും ചെയ്തു കഷ്ടാർത്ഥത്തിൽ. അപ്പോഴത്തേക്ക് എല്ലാം കഴിയുകയും ചെയ്തു. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്തു. പിന്നെ ഇടയിൽ ലാസ്റ്റ് പല്ലവി പാടിയ സംഗതി, മേനയൊക്കെ പാടിയ സംഗതിയൊന്നും ഒരു കഴമ്പില്ലായിരുന്നു. അതൊരു അങ്ങ് പോയി, എന്തരോ പോലെ അങ്ങ് പോയി. പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് വരണം ഈ പാട്ടിൽ. എല്ലാം തീർന്നിട്ട് സാനേ സാന എന്തോന്ന് അഞ്ജു ഇത്, നമ്മൾ എത്രയും ചൊല്ലി പറയും. എന്നെ ഒരു ഒറ്റ നുള്ളു മകതി അടുത്തിരുന്നത് അവരത് സായം കൊണ്ടെന്ന് കൊച്ചു. എന്താണ് സാ? ആ അത് പറഞ്ഞേ, ഒന്ന് പാടിക്ക, അത് മാത്രം. जाने जाने जाना. എന്താണ് അഞ്ജുന് സംഭവിക്കുന്നത്? ജംബുലിംഗം. അത് ഈ ജാ എന്നുള്ളത് അക്ഷരം പറയാതെ ജംബുലിംഗം എന്ന് പറയുമ്പോ എന്ത് വൃത്തിയാടാ അത് കേൾക്കാൻ. ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നില്ല, ഞാൻ ചുമ്മാ പറയല്ലേ എല്ലാരും. ഞാൻ ചുമ്മാ എക്സാജറേറ്റ് ചെയ്ത് പറ, ഒരിക്കലും അല്ല. ജംബു അതെന്താണ്? അത് എന്താണ് സംഭവം? കൂടുതൽ എനിക്ക് ഈ സിബൻസ് കൂടുതൽ കേൾക്കുന്ന എയർ ഹോസ്റ്റസുകൾ സംസാരിക്കുമ്പോഴാണ്. പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവാറില്ല. ഞാനും കാര്യം എല്ലാം മനസ്സിലായിട്ടുണ്ട്, പറയാൻ ഉത്തരം. ഈ അത് മാത്രമേ അതെങ്ങനെ വരുന്ന അഞ്ചൂരും എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ എൻ്റെ വായിൽ ഏകദേശം 1.25 ലിറ്റർ വെള്ളം പറ്റി ഇത് പറഞ്ഞിട്ട്. അപ്പൊ എന്നിട്ടും അഞ്ചു അത് ശരിയാക്കില്ല. എന്ന് പറയുമ്പോ ഞാൻ ഞെട്ടി. അത് വളരെ സ്ഫുടമായിട്ട് ആലിച്ചന് മോള് മാത്രം, വേറെ ആരും ഇല്ലായിരുന്നു. ആലിച്ചൻ വരെ ഞെട്ടി. അത് കറക്റ്റ് ചെയ്തോളാം കേട്ടോ. നമ്മൾ ചുമ്മാ തമാശക്ക് പറയുന്നത് അതൊരു സീരിയസ് സംഭവമാണ്. എവിടെങ്കിലും ഒരു പാട്ട് മോക്കൊരു ഫിലിമിൽ പാടാൻ കിട്ടിയിട്ട് അത് ജാതകം തെളിഞ്ഞു എന്ന് പാടുന്ന സാധകം തെളിഞ്ഞു എന്നുള്ള ഒറ്റ അടി വെച്ച് തരും ആരാണെങ്കിൽ കേട്ടോ. അത് കറക്റ്റ് ചെയ്തോളുക. അത് അഞ്ചും ഒരു ജൂം ബറാബർ ആവായിരുന്നു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ. അഞ്ജുവിൻ്റെ യൂഷ്വൽ പാട്ടുകളുടെ പാടുന്ന ഒരു എനർജി എന്ന് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തോ ഒരു രസം ഉള്ള ഒരു കാര്യം കുറച്ച് നഷ്ടപ്പെട്ട പോലെ തോന്നി ഇതിനകത്ത്. കുഴപ്പമില്ല. പിന്നെ എനിക്ക് തോന്നിയത് ചില സ്ഥലങ്ങളിൽ ഒരു മേനെ എന്ന് പറയുന്ന ഒരു പോർഷനില്ലേ, അത് ചരണമായിരുന്നോ? പല്ലവി. അതൊന്ന് ആ ലൈനൊന്ന് പാടാവോ? ആ പഠിപ്പ് കുഴപ്പമില്ല. അന്നേരം പാടി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചൊരു കർണാട്ടിക് ഒരു സംഭവം വന്നു. അപ്പം അത് അങ്ങനെയുള്ള പ്രയോഗങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം അത് എന്താണെങ്കിലും ഒരു ഹിന്ദി പാട്ടാണല്ലോ. അപ്പോൾ കുറച്ചും കൂടി ആ ഒരു നമ്മളുടെ ഒരു ശൈലിയിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും അവർ ആ പാടുന്ന സംഗതികളുടെ അതിൽ. അപ്പോൾ അത് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ കുറച്ച് സ്ഥലങ്ങളിൽ പിച്ചിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിലുപരി അതിൻ്റെ ഒരു
ജീവൻ, അത് തന്നെയാണ് സെയിം വാക്ക് തന്നെ എനിക്കും വരുന്നത്. അത് കുറച്ചും കൂടി ആകാമായിരുന്നു എന്ന് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ഇത് ഈ പറയുമ്പോഴുള്ള പ്രശ്നം ഒരു പക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവണമെന്നില്ല, നമ്മൾ പറയുമ്പോൾ മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതൊന്ന് റെക്കോർഡ് ചെയ്ത് നോക്കുക, എന്നിട്ട് കേട്ട് നോക്കുക. എന്നിട്ട് എന്തെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിലോ എവിടേക്കുള്ളൊക്കെ ഇച്ചിരി എന്തെങ്കിലും എയർ പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഘടനയിലൊരു എന്തെങ്കിലും സംഭവം ഉണ്ടാവും നമ്മൾ പാടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ അക്ഷരം പറയുമ്പോൾ ജാ പറയുമ്പോൾ അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യാം കേട്ടോ. വലിയ മലമറിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. എന്താണെങ്കിലും ഈ അഞ്ജുവിൻ്റെ ഒരു ജോണറിലുള്ള അല്ലെങ്കിൽ അഞ്ജു അടിപൊളി പാട്ട് പാടുമ്പോഴുള്ള ആ ഒരു സുഖം അങ്ങോട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഫീൽ കിട്ടിയില്ല. അത് പാട്ടിനും കൂടി ആവാം, പാട്ട് കുറച്ചും കൂടി ഒരു മെലോഡിയസും സ്പീഡ് എന്ന് വെച്ചാൽ ഋതത്തിൽ മാത്രമേ ഉള്ളൂ സ്പീഡിൻ്റെ ഇത്. പക്ഷെ അതിൻ്റെ മൂഡ് ആസ് സച്ച് കുറച്ചൊരു ഒരു ഇതാ എന്താ പറയുക റൊമാൻറ്റിക്കാണ്. പക്ഷെ എന്നാലും ഒരു അങ്ങനത്തെ ഒരു എനർജി ഫീൽ ചെയ്യുന്ന രീതിയിലല്ല. അപ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടി അങ്ങനത്തെ അഞ്ജുവിൻ്റെ ജോണറിലുള്ള ഒരു സംഭവം എടുക്കാമായിരുന്നു. പക്ഷെ സാറില്ല, മെലഡി ആയതുകൊണ്ടായിരിക്കും ഇതെടുത്തത് അല്ലേ. രണ്ടും ഉണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയിലായിരിക്കും. എന്താണെങ്കിലും കുഴപ്പമില്ല. എന്തായാലും ഓൾ ദ ബെസ്റ്റ് കേട്ടോ. എല്ലാ ആശംസകളും. ഗോഡ് ബ്ലെസ്. താങ്ക് യു സർ. മഹതി മാം. അൻസു അഞ്ജു നല്ല രസമുണ്ടായിരുന്നു അഞ്ജു. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അഞ്ജുവിൻ്റെ കോസ്റ്റ്യൂം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ അഞ്ജു, ഐ വാസ് മോർ ഓർ ലെസ് ഹാപ്പി. എന്താ പറയുക, ആ മുകളിലത്തെ പോർഷൻസ് ഒക്കെ നല്ല ക്ലിയർ ആയിരുന്നു വോയിസ്. പക്ഷെ അഗൈൻ കഴിഞ്ഞ ഒരു പെർഫോമൻസിൽ സംഭവിച്ചത്, അഞ്ജുവിൻ്റെ ഈ സ്റ്റേജിലത്തെ ആദ്യത്തെ പെർഫോമൻസിൽ സംഭവിച്ച അതേ കാര്യമാണ് ഇന്ന് പറ്റിയിരിക്കുന്നത്. മുകളിലല്ല ക്രാക്ക് വന്നത്, ചോട്ടിൽ വരുമ്പോൾ എസ്പെഷ്യലി ആ ജാനേ ജാന പല്ലവി ചരണം കഴിഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് പല്ലവി, എല്ലാത്തിലും ഈ ജാനേ ജാന ജാനേ ജാന അത് വരുമ്പോൾ ഒരു ബ്രേക്ക്, അത് ദാറ്റ് വാസ് ദെയർ ഇൻ എവ്രിതിങ്. ഓക്കെ, ജോ മേരി വഫാർ ജോ എന്നൊക്കെ പറയണല്ലോ, ജോ എന്നാണ് കേൾക്കണേ. ഓക്കെ, ജസ്റ്റ് ചെക്ക് ദറ്റ് ഔട്ട്. വേണമെന്ന് വെച്ച് കളിയാക്കുന്നല്ല, അതങ്ങനെ കേൾക്കുന്ന കാരണം പറയുന്നത്. ഓക്കെ, സോ ജാനേ ജാന ഇറ്റ്സ് ബിറ്റ്വീൻ സെഡ് ആൻഡ് ജെ, അങ്ങനെ എന്തോ ആണ് കേൾക്കുന്നത്. സെഡും അല്ല, സൂംബ ഡാൻസ് എന്ന് പറയുന്നതും അല്ല, ജം എന്ന് പറയുന്നതും അല്ല, എന്തോ ഒരു സംഭവം ഉണ്ട് അവിടെ. ഓക്കെ, സോ അതൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക, പാടി കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. സോ ഫൈനൽ സെഗ്മെന്റിലത്തെ ഫൈനൽ പെർഫോമൻസ് ആയിരുന്നു അഞ്ജുവിൻ്റെ. വാട്ട് ഡു യു ഫീൽ ഈ ഒരു മൊമെന്റിൽ? നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പെർഫോമൻസ് ആയതുകൊണ്ട്. ഇത്ര വരെ എത്താൻ പറ്റിയ തന്നെ വലിയ ഭാഗ്യമല്ലേ. തീർച്ചയായിട്ടും. അതുകൊണ്ട് സന്തോഷം, എപ്പോഴും സന്തോഷം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. ആൻഡ് നമ്മുടെ ഇന്നത്തെ പെർഫോമൻസിന് എന്താണ് സ്കോർ നമ്മുടെ ജഡ്ജസ് തന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ശരത് സർ. അഞ്ജു 21.5. 21.5 on 25. Alphonse sir. 21.5. 21.5 on 25. Mahati ma'am. 21.5. 21.5 on 25. അപ്പോൾ ടോട്ടൽ 64.5 on 75 ആണ്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് ഇസ് ദ ഗ്രാൻഡ് ഫൈനൽസ്. അപ്പോൾ അതിന് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ പെർഫോമിംഗ് സോ വെൽ ഫോർ അസ്. ഇനി ഒരു ചെറിയ ബ്രേക്ക് കഴിഞ്ഞിട്ട് വി ഹാവ് വൺ മോർ അമേസിംഗ് പെർഫോമൻസ് ബൈ എൻ അമേസിംഗ് പെർഫോമർ, ആൻഡ് അത് ദീപുവിൻ്റെ ആയിരിക്കും. പക്ഷേ ബിഫോർ ഐ സ്പീക്ക് മോർ, യു ഗൈസ് സ്റ്റേ ട്യൂൺ ആൻഡ് കം ബാക്ക്. You're watching your favorite show Superstar. ഇപ്പം നമ്മൾ എല്ലാവരും കേട്ടത് അഞ്ജുവിൻ്റെ പാട്ടാണ്, അഞ്ജുവിൻ്റെ ഫൈനൽ പെർഫോമൻസ് ഇൻ ദ ഫൈനൽ റൗണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കേൾക്കാൻ പോകുന്നത് ദീപുവിൻ്റെ പാട്ടാണ്. ദീപുവിൻ്റെയും ഫൈനൽ പെർഫോമൻസ് ആണ് ഈ ഫൈനൽ സെഗ്മെന്റിൽ. ആൻഡ് ദീപു നമുക്ക് വേണ്ടി പാടാൻ പോകുന്നത് അവാർഡ് വിന്നിങ്, അതായത് സ്റ്റേറ്റ് അവാർഡ് വിൻ ചെയ്തൊരു പാട്ടാണ്. സോ ലെറ്റ്സ് വെൽക്കം ഹിം ഓൺ സ്റ്റേജ്. ആൻഡ് ഇന്ന് 3 more പെർഫോമൻസസ് ഉണ്ട്. സോ യു ഗൈസ് സ്റ്റേ ട്യൂൺഡ്. ശ്രീരാഗം ഉദയ ശ്രീരാഗം
ശ്രീരാഗം ഉദയ ശ്രീരാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരമുണരും രാഗം മധുകര മധുര ശ്രുതിയിൽ ഹൃദയ സരോവരമുണരും രാഗം തുടു വിടരും പൂവിൻ കവിളിൽ പടരും നിർവൃതിരാഗം തുടു വിടരും പൂവിൻ കവിളിൽ പടരും നിർവൃതിരാഗം രാഗം ഹംസധ്വനിരാഗം കളഹംസധ്വനിരാഗം രാഗം ഹംസധ്വനി രാഗം ദാഹം സംഗമദാഹം ജീവനിലാളും ഇണയറയന്നങ്ങൾ പാടും മദകരദാഹം ദാഹം സംഗമദാഹം ജീവനിലാളും ഇണയറയന്നങ്ങൾ പാടും മദകരദാഹം തളരാടും തിരയുടെ പദതാളം തളരാടും തിരയുടെ പദതാളം രാഗം വസന്തരാഗം പ്രപഞ്ച മധുവന വസന്തരാഗം രാഗം വസന്തരാഗം പ്രപഞ്ച മധുവന വസന്തരാഗം രാഗിണിയാം പ്രിയവസുധേ അനുരാഗിണിയാം പ്രിയവസുധേ പുഷ്പപരാഗം നിറുകയിലണിയൂ അനുരാഗിണിയാ പ്രിയവസുധേ പുഷ്പപരാഗം നിറുകയിലണിയൂ വർണ്ണവിരാജിതമാം ഋതുരാജസദസിൽ ഋതുരാജസദസിൽ രാഗം കാനം പല്ലവി പാടൂ രാഗം താനം പല്ലവി പാടൂ രാഗം മാരുതരാഗം മലയ മാരുതരാഗം മലയാനിലതരലാളിതരാഗം മലയ മാരുതരാഗം സുരഭിലമേരോ സ്മൃതിയുടെ ലഹരി നിറയും മിഴിയോടെ വിട പറയും ദിനവധുവിൻ കവിളിൽ വിടരും കുങ്കുമപ്പൂവോടെ
കുങ്കുമരാഗം വിട പറയും ദിനവധുവിൻ കവിളിൽ വിടരും കുങ്കുമരാഗം മലയമാരുതരാഗം നിദപഗദപഗരി രാഗം ദദനിദാനി പദനിദാനി ഗപനിദാനി സനിദ നിദപ പഗരി ഗപമാരുതരാഗം ഗരി സനിദനി രിസനിദ പദ സനിദ ഭഗവ മലയമാരുതരാഗം ദീപു സാർ നല്ല പാട്ട്, ജേട്ടൻ്റെ പാട്ട്. ആരാണ് മ്യൂസിക് എന്നറിയാലോ ദീപുവിന്? പറയൂ. പി ശ്രീനിവാസൻ സാർ. MP ശ്രീനിവാസൻ. MP ശ്രീ. അപ്പം ദീപു നന്നായിട്ട് പാടി. ദീപു എനിക്ക് ഈ ലോ പോർഷൻ ഇല്ലേ, അതാണ് ദീപുവിനൊരു ഒരു ഗുംഗുമാതി ഇല്ലാതിരുന്നത്. കാര്യം ദീപുവിന് ഒന്നാമത് ഇപ്പോൾ കണ്ണും പയ്യ, പിന്നെ സ്ട്രെയിനും താഴെ പാടുമ്പോൾ ഉള്ള ഒരു സ്ട്രെയിനും. പിന്നെ ഈ പാട്ട് ആരാണ് ചൂസ് ചെയ്തത്? ഞാൻ തന്നെയാണ് സാർ. ഓഹോ, എങ്ങനെ കണ്ടുപിടിച്ചു ഈ പാട്ട്? കേട്ടിട്ടുണ്ട്, എനിക്ക് അവാർഡ് കിട്ടിയിട്ടുണ്ടെന്ന് അറിയായിരുന്നു. ആ, നല്ല പാട്ടുകളാണ്, നല്ല ഉഗ്രം പാട്ടാണ്. നല്ല പാട്ടുകളൊന്നും വലിയ ലെവലിൽ കേൾക്കാണ്ട് പോവാണ്. അപ്പം അതൊരു വലിയ കഷ്ടമാണ് ആലോചിക്കുമ്പോൾ. ക്വാളിറ്റിയുള്ള പാട്ടുകൾ ജനങ്ങളിൽ എത്താണ്ട് പോവും. ക്വാളിറ്റി ഇല്ലാത്തത് എത്തുകയും ചെയ്യും, എങ്ങനെങ്കിലും അഡ്രസ്സ് കണ്ടുപിടിച്ച് എത്തുകയും ചെയ്യും. നല്ല നല്ല പാട്ടുകൾ എവിടെങ്കിലുമൊക്കെ ഒളിച്ചിരിക്കുകയും ചെയ്യും. അതൊരു നമ്മുടെ കഷ്ടകാലം, അല്ലാതെ വേറെ ഒന്നും പറഞ്ഞ കാര്യമില്ല. എന്തെങ്കിലും ജേട്ടൻ്റെ പാട്ട് എടുത്തുകൊണ്ട് വന്ന് പാടിയതിൽ കുറേ സന്തോഷം. ദീപു നന്നായിട്ട് പാട്ട്, കുറച്ചും കൂടെ ശ്രുതിയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ആരോഗ്യം മൊത്തമായിട്ടൊന്ന് നോക്കുക ദീപു കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. താങ്ക് യു സർ. അൽഫോൻസ് സർ. നന്നായിരുന്നു ദീപു. താങ്ക് യു സർ. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. പ്രത്യേകിച്ച് മുകളിലേക്കൊക്കെ പോകുന്ന ഭാഗങ്ങൾ, ലോ രജിസ്റ്റർ അല്ലാത്ത ഭാഗങ്ങളെല്ലാം തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ചില പോർഷൻസ് പ്രശ്നങ്ങളെല്ലാം കൃത്യമായിട്ട് ചെറുതായിട്ടും പറഞ്ഞു. എന്നാലും ഒരു അനുരാഗിണിയായി എന്ന് പറയുന്ന ഭാഗം വളരെ പ്രകടമായിട്ട് ഒരു ചളുങ്ങിയാണ് പോകുന്നത്. അപ്പം അങ്ങനത്തെ അങ്ങിങ്ങ് ചെറിയ ഇതുകളുണ്ടായിരുന്നു. എങ്കിലും രസമുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു കുറേ ഭാഗങ്ങളെല്ലാം. ലോ രജിസ്റ്റർ വേണമെങ്കിൽ ഒരു പോയിന്റ് കൂടി പിച്ച് കയറിയാൽ അവിടെ പ്രശ്നമാവും അല്ലേ? മുകളിലേക്ക് പ്രശ്നമാവും. ഒരു ഘട്ട കൂട്ടാണെങ്കിൽ മുകളിൽ പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് നീങ്ങാൻ വയ്യ, ഒരേ ഒരു ക്രൂഷ്യൽ പോയിന്റിലാണ്. അപ്പോൾ ആ ഒരു ഏരിയയാണ് സ്ട്രെങ്തൻ ആക്കേണ്ടത്. അതർവൈസ് ഈ സോങ് പ്രത്യേകിച്ച് നല്ലൊരു പാട്ടെടുത്തു, എല്ലാവർക്കും ഇതിലൂടെ സൂപ്പർ സ്റ്റാറിലൂടെ കേൾക്കാനും ഒക്കെ ഒരു സാധ്യത ഉണ്ടായി. അപ്പോൾ ശ്രദ്ധിക്കുക, ഇനി നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയാലോ. ഇനി അടുത്ത കാല് വെക്കേണ്ടത് അത് അത്രയും ഒരു പ്രകടമായിട്ടുള്ള ഒരു ഫൈറ്റിംഗ്, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു കോമ്പറ്റീഷൻ്റെ ഒരു അൾട്ടിമേറ്റ് ഇതിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു പ്രിപ്പറേഷൻ വളരെ ശക്തമായിട്ട് ആവശ്യമാണ് കേട്ടോ. എന്തായാലും എല്ലാ ആശംസകളും. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. താങ്ക് യു സർ. മഹതി മാം. ഹലോ ദീപു. മാം നന്നായി പാടി ദീപു. താങ്ക് യു മാം. ഞാൻ ഒത്തിരി പാട്ട് കേട്ടിട്ടില്ല, അത് കാരണം എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഓക്കെ, ദീപുവിനെ കൊണ്ട് സാധിക്കും, ഒരു 100% പെർഫെക്ഷനോടെ ദീപുവിനെ കൊണ്ട് പാടാൻ സാധിച്ചേനെ. ജസ്റ്റ് എ ലിറ്റിൽ ബിറ്റ് കറക്ഷൻസ്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. താങ്ക് യു മാം. നമ്മൾ എല്ലാ ജഡ്ജസിൻ്റെയും ഒപ്പീനിയൻ കേട്ടിട്ട് കുറച്ചും കൂടെ ഇംപ്രൂവൈസേഷനേ ഉള്ളൂ അല്ലേ? സോ നെക്സ്റ്റ് സ്റ്റേജിൽ തകർക്കാം. ആൻഡ് നമുക്കിനി സ്കോർസ് കേൾക്കാം. ശരത് സർ. ദീപു സർ 22.5 മാർക്ക്. താങ്ക് യു സർ. 22.5 on 25. Alphonse sir. ദീപുന് 23. 23 on 25. And Mahati ma'am. 22.5. താങ്ക് യു മാം.
22.5 on 25. അപ്പോൾ ടോട്ടൽ 68 on 75 ആണ്. ഡീസൻറ്റ് സ്കോർ, ഗുഡ് സ്കോർ. അപ്പോൾ നെക്സ്റ്റ് റൗണ്ടിന് ഓൾ ദ വെരി ബെസ്റ്റ് ടു യു. താങ്ക് യു. ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്കാണ്. ഇനി ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ ഒപ്പം വരുന്നത് ദിൽരാജ് ആണ്. ഒരു AR റഹ്മാന്റെ ബ്യൂട്ടിഫുൾ കമ്പോസിഷൻ, ബ്യൂട്ടിഫുൾ മ്യൂസിക് ആയിട്ടും. സോ സ്റ്റേ ട്യൂൺഡ്. സൂപ്പർ സ്റ്റാറിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി എന്റെ സ്വാഗതം. ഇപ്പൊ നമ്മൾ കണ്ടത് ദീപുവിന്റെ പെർഫോമൻസ് ആണ്. ദീപുവിന്റെ ഫൈനൽ പെർഫോമൻസ് ആയിരുന്നു ഈ ഫൈനൽ സ്റ്റേജിൽ. ഇനി അടുത്തതായി നമ്മളുടെ ഒപ്പം ഈ സ്റ്റേജിൽ വരാൻ പോണത് ദിൽരാജ് ആണ്. ദിൽരാജിന്റെയും ഫൈനൽ പെർഫോമൻസ് ആണ് ഈ ഫൈനൽ സ്റ്റേജിൽ. ആൻഡ് ദിൽരാജ് ഇസ് ഗോയിങ് ടു പെർഫോം ആൻ AR റഹ്മാൻ സോങ് ഫോർ ഓൾ ഓഫ് us. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ലെറ്റ്സ് വെൽക്കം ഹിം ഓൺ സ്റ്റേജ്. ഉദയ ഉദയ ഉണരുകിറേ ഉയിരാലുണയെ എഴുതുകിറേ കാതൽ. കാതൽ തീണ്ടവേ കാതൽ തീണ്ടവേ കടൽദാഹം തീണ്ടതേ ഉന്നാലേ തന്നാലേ ഉദയ ഉദയ ഉണരുകിറേ ഉയിരാലുണയെ എഴുതുകിറേ കാതൽ കാതൽ കാതൽ. உன் பாதி வாழ்கிறேன் என் பாதி உயிராலுணையே எழுதுகிறே காதல் காதல் காதல். உன்னை அடைந்து விட்டேன் என்னை தொலைத்து விட்டேன். உன்னை அடைந்ததனால் என்னை தொலைத்து விட்டேன். ஏனோ ஏனேனோ தொலைந்தேன் மீண்டேனோ ஏனோ ஏனேனோ மீண்டும் தொலைவேனோ ஆயுளானவளே உன் கூதலிருட்டில் என் கிழக்கு தொலைந்து காதல் தீண்டவே.
மூச்சின் குமிகளிலே உயிரூற்றி அனுப்பி வைத்தே கூச்சம் மழிகையிலே உடல் மாற்றி நுழைந்து விட்டே ஏனோ ஏனேனோ நீயானேனோ ஏனோ ஏனேனோ நீயானேனோ தாயுமானவனே கூந்தலிருட்டில் என் கிழக்கு தொலைந்தும் காதல் காதல் தீண்டவே காதல் தீண்டவே கடல்தாகம் தீண்டதே உன்னாலே தன்னாலே உன்னாலே தன்னாலே உயிரே உயிரே உளறுகிறே உளறியும் கவிதைகள் எழுதுகிறே உதயா உதயா உளறுகிறே உயிரால் உனையே எழுதுகிறேன் காதல் காதல். ദിൽരാജ് സർ നല്ല പാട്ട്, നല്ല രസമുള്ള ഒരു പാട്ടാണ്. ഈസിയായിട്ട് പാടാനും പറ്റത്തില്ല. അത് നന്നായിട്ട് പാടി. താങ്ക് യു സർ. പിന്നെ ചിലതൊക്കെ അങ്ങ് പറഞ്ഞ് യാതൊരു ക്ലാരിറ്റി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. അത് പിന്നെ പ്രായത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞ് ഞങ്ങൾ വിടുകയാണ് കേട്ടോ. നന്നായിട്ടുണ്ട്. അതിപ്പോൾ അത് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു എന്താ ആ സ്കാനിങ് കറക്റ്റ് ആയിരിക്കണം നോട്ട്സിൻ്റെത്. അത് പാടുമ്പോൾ നമ്മൾ അതിനൊരു അന്ന് പാടുന്നതിനും ഇതിന് വ്യത്യാസമുണ്ട് ഇല്ലേ? ക്ലാരിറ്റി ഇന്ന് പാടുന്നതിന് എല്ലാത്തിനും ഒരു ക്ലാരിറ്റി കുറച്ചും കൂടെ പാടുന്ന. അപ്പോൾ എന്താണ് സംഭവിച്ചത്? ഒരു തമിഴ് സിനിമയിൽ ഏത് ഫിലിമാണത്? മിന്നലേ ഉള്ളത്, വാമ്മ മിന്നൽ, അയ്യ എന്ന് പറഞ്ഞൊരു ഫിലിം ആണെന്ന് തോന്നുന്നത്. മായി എന്ന് പറഞ്ഞൊരു ഫിലിമുണ്ട്, അത് കണ്ടു നോക്കാം കേട്ടോ. അതിലൊരു കോമഡി സെക്കൻഡ് പെണ്ണ് കാണാൻ പോയിട്ട് പെണ്ണിൻ്റെ പേര് മിന്നൽ എന്നാണ്. വടിവേല കാണാൻ പോയേക്കുന്നത്. പെണ്ണിനെ കാണാൻ അങ്ങ് ആഗ്രഹിച്ചിരിക്കുമ്പോൾ വാമ്മ മിന്നൽ എന്നൊരു പെണ്ണ് പോയി വന്നിട്ട് ഇത് ഈ സംഗതി പോലെ. അപ്പം അത് കാണുമ്പോൾ മോന് മനസ്സിലാവും മോൻ്റെ കുഴപ്പം എന്താണ് കേട്ടോ. അപ്പം ചക്കരെ നിൻ്റെ സ്പീഡ് നീ ഒന്ന് കുറയ്ക്കുക കേട്ടോ. അത്രേ ഉള്ളൂ എനിക്ക് പറയാം. നല്ല പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് പാടിയതിൽ കുറേ സന്തോഷം. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. അൽഫോൻസ് സർ. ദിൽരാജിൻ്റെ ആ ഒരു സ്ട്രെങ്ത് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുക. ഒന്നുകൂടെ ശ്രുതി വളരെ കൃത്യമായിട്ട് ഉറപ്പിൽ പിടിച്ച് നിർത്താനായിട്ട് ദിൽരാജിനെ സാധിക്കുന്നുണ്ട്. അതൊരു നല്ലൊരു കാര്യം. ഞാൻ നഷ്ടപ്പെടാതിരിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. അത് അങ്ങനെ തന്നെ അത് കുറച്ചുകൂടെ അതിൻ്റെ പെർഫെക്ഷനിലേക്ക് പോട്ടെ. പക്ഷേ ഈ സംഗതികളുടെ ക്ലാരിറ്റി ഇപ്പോൾ ശരത്തേട്ടൻ പറഞ്ഞു ഓൾറെഡി. അതന്നെ ഞാനും വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അതൊരു കൃത്യത, ഒന്നെങ്കിൽ അത് കൃത്യത വരാൻ വേണ്ടി നമ്മളൊരു പരിശ്രമം ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കപ്പാസിറ്റി നമുക്കറിയാലോ, നമ്മുടെ മൈൻഡിലുണ്ട്. ഇന്ന ഏരിയ ഇനി ഐ ആം സ്ട്രോങ്. അത് വെച്ചുകൊണ്ടുള്ള ഒരു സെലക്ഷൻ പ്രോസസ്സിലേക്ക് നമ്മളൊന്ന് പോകണം. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു 90% നല്ല സ്ട്രോങ്, നല്ല പോസിറ്റീവായിട്ടുള്ളൊരു സൈഡിൽ നിൽക്കുന്നു. ബാക്കി 10% ഒരു ഞാൻ പറഞ്ഞ അത് നമുക്ക് ഒരു അയ്യോ ശരിയായില്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു സംഭവം വന്ന് നിൽക്കുകയും ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ടാവില്ലേ, അതിനിട കൊടുക്കരുത്. ഇതാ ഞാൻ പറഞ്ഞത്. ഇപ്പം നമുക്കൊരു പാട്ട് കേൾക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഇത് ഫുൾ പെർഫെക്റ്റായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ. അത് നമ്മുടെ മൈൻഡിലൊരു ചിന്തയുണ്ടാവണം. ഇനി അടുത്തൊരു തലം എന്ന് പറയുന്നത് ടോട്ടലി വേറൊരു തലമാണ്. അവിടെ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മുടെ മൈൻഡിൽ സ്ട്രോങ് ആയിട്ട് ഉണ്ടാകണം.
കേട്ടോ. എന്തായാലും എല്ലാ ആശംസകളും കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സർ. ദിൽരാജ്, മാം. വെരി ഇംപ്രസീവ്. ഓക്കെ മാം. നല്ല സ്മാർട്ട് ചോയ്സ്. ദിൽരാജിന്റെ മോട്ടറൊക്കെ നന്നായിട്ട് ഓടിക്കാൻ പറ്റിയ പാട്ടായിരുന്നു. ദിൽരാജ് മോറോലെസ് ദിൽരാജിന് സംഗതീസ് നല്ല രസമുണ്ടായിരുന്നു. ഓക്കെ, ലിറ്റിൽ മോർ ക്ലാരിറ്റി നമ്മൾ എപ്പോഴും പറയുന്ന പോലെ. ഓക്കെ, അതുവൈസ് പിച്ചിങ് ഞാനും അൽഫോൻസ് ചേട്ടനും പറയുന്നുണ്ടായിരുന്നു. വാസ് ഫെന്റാസ്റ്റിക്. കീപ് ദാറ്റ് അപ്പ്. ഓക്കെ, താങ്ക് യു മാം. ഒപ്പീനിയൻസ് കൂടുതലും പോസിറ്റീവ് ആണ്. ഇനി നമുക്ക് പോസിറ്റീവ് മാർക്സും കൂടെ കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ശരത് സർ. ദിൽരാജേ, സർ. ദിൽരാജിന് ഞാൻ 22.5 മാർക്ക്. താങ്ക് യു സർ. 22.5 on 25. Alphonse. 22.5. 22.5 on 25. Maharti ma'am. 22.5. താങ്ക് യു മാം. 22.5 on 25, which is a total of 67.5 on 75. So it's getting closer. Grand finals ഒക്കെ ക്ലോസർ ആയിക്കൊണ്ടിരിക്കുവാണ്. ടെൻഷൻ മാറി തന്നെ വലിയൊരു നല്ലൊരു കാര്യം തന്നെയാണ്. സോ വിഷിംഗ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് ഇനി നമുക്ക് ചെറിയൊരു ബ്രേക്ക് ആവാം. സോ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമുക്കൊരു ധമാക്ക പെർഫോമൻസ് ആയി ഋത്തിക് ഇവിടെ സ്റ്റേജിലേക്ക് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. You're watching your favorite program Superstar. ഇപ്പൊ നമ്മൾ കാഴ്ചവെച്ചത് ദിൽരാജിന്റെ നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, ലാസ്റ്റ് പെർഫോമൻസ്. ഇനി അടുത്തതായി നമ്മുടെ ഒപ്പം ഉള്ളത് ഋത്വിക് ആണ്. അതിന്റെ മുന്നേ ദിസ് ഇസ് ദ ലാസ്റ്റ് പെർഫോമൻസ് ഓഫ് ദിസ് സീസൺ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ വരാൻ പോകുന്നത് സെലക്ഷൻ റൗണ്ട് ആണ്. സോ ബിഫോർ ദാറ്റ് ലെറ്റ്സ് ഓൾ എൻജോയ് ഋത്വിക്കിന്റെ ധമാക്ക പെർഫോമൻസ്, വിച്ച് ഇസ് ഗോയിങ് ടു ബി എ ഹിന്ദി നമ്പർ. സോ ലെറ്റ്സ് വെൽക്കം ഹിം ഓൺ സ്റ്റേജ്. तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जो कभी हम मिले तो जमाना देखेगा अपना प्यार। ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जो कभी हम मिले तो जमाना देखेगा अपना प्यार। ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। Come on, come on. मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मैं शायर नहीं, दीवाना नहीं, मैं आशिक नहीं, परवाना नहीं। मिली जब से नजर तब से जाने जिगर, मिली जब से नजर तब से जाने जिगर। मैं हो गया दीवाना, मैं हो गया दीवाना, अब जाने क्या होगा जाने जाना। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम।
हो, वो हसीना से फिर दिल की बात हो। क्या पता फिर कहाँ कब मुलाकात हो, वो हसीना से फिर दिल की बात हो। उसके जैसी हंसी मैंने देखी नहीं, उसके जैसी हंसी मैंने देखी नहीं। रोकेगा क्या जमाना, मैंने दिल में है डाना, मुझको उसे है अभी अपना बनाना। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। जो कभी हम मिले तो जमाना देखेगा अपना प्यार। ओ मेरे यार, ओ मेरे यार, तुमसे मिलने की तमन्ना है, प्यार का इरादा है और एक वादा है जानम। ഋത്വിക് സാർ നല്ല രസമുണ്ടായിരുന്നു. കാര്യം ഇത് ഒരു വമ്പൻ ഹിറ്റാണ്, ഫിലിമും അതുപോലെ തന്നെ പാട്ടും. അപ്പം മൊത്തത്തിൽ എന്താ പറയുക, ഒരു രസം ഉണ്ടായിരുന്നു. ചില ഏരിയയിലൊക്കെ പാടുമ്പോൾ ബാലണ്ണൻ്റെ ഒരു ചില സ്ഥലങ്ങളൊക്കെ കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നി. പിന്നെ ചില സ്ഥലമൊക്കെ ദാസേൻ്റെ കൂടെ പാടുന്ന പോലെ തോന്നി. മൊത്തത്തിൽ ഓക്കെ, ഇതൊരു ഒരു സംഭവ ബഹുലം അങ്ങനെ പറയാനായിട്ടുള്ള ഇല്ലെങ്കിലും ഓക്കെ, കൂൾ. താങ്ക്സ് സാർ. Come on. Thank you, sir. Alphonse, sir. ഋത്വിക് സാർ ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് തന്നെ ഋത്വിക് ഇറങ്ങി വന്ന സമയം മുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഋത്വിക് ഇങ്ങനെ നമ്മുടെ പ്രൊഡ്യൂസറിനെ അനുകരിച്ച് അറിയാണ്ട് ആളുടെ ചില മാനറിസംസ് ശരിക്കും കിട്ടിയില്ല. ഇറങ്ങി വന്ന സമയത്തൊക്കെ കുറെ എനിക്ക് പെട്ടെന്ന് ചിരി വന്നു ശരിക്കും പറഞ്ഞാൽ. പക്ഷെ നല്ലതായിരുന്നു കേട്ടോ, നല്ലൊരു എനർജിയോട് കൂടെ വന്നു, പെർഫോം ചെയ്തു. പിന്നെ പാടിയതിനകത്ത് എനർജി ഉണ്ടായിരുന്നു, തീർച്ചയായിട്ടും എനർജി ഉണ്ടായിരുന്നു. എല്ലാവരെയും ഇങ്ങോട്ട് പുള്ളി ഇത് കൊണ്ടുവന്നു. അവസാനം ഒരു ജോയിൻ്റ് ആയിട്ട് കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലൊക്കെ പാടുകയൊക്കെ ചെയ്തു. പക്ഷെങ്കിലും ഒരു ഓരോ ഇതുകളുടെ കൃത്യത കുറച്ചും കൂടി വേണം എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഒരു എനർജി ഉണ്ടായിരുന്നു. കമ്പയറിങ് ടു ഇപ്പം ഈ ഒരു ഇതിൽ ഷെഡ്യൂളിൽ ബാക്കി പാട്ടുകൾ പാടിയതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഒരു റിയലി ശരിക്കൊരു ലിഫ്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്ട്രോങ് ആയിട്ട് പിടിക്കുക, താഴേക്ക് പോരുത്. താഴേക്ക് പോകുന്നുണ്ടോ എന്നൊരു സംശയം തോന്നുന്ന അനുഭവങ്ങളായിരുന്നു കഴിഞ്ഞതിലൊക്കെ വന്നത്. അത് ആക്കാതെ കയറുക കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. Thank you, sir. Mahati, ma'am. Ritvik. Ma'am. Nice performance, Ritvik. Expected out of you. Okay. Typical ഋത്വിക്കിന് എന്താ പറയുക, ഋത്വിക്കിൻ്റെ ജോണർ ഋത്വിക്കിന് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ്. മ്യൂസിക്കാലിറ്റി വൈസ് ഇറ്റ്സ് നോട്ട് ബിഗ് ഡീൽ എന്ന് പറയാനൊന്നുമില്ല. ഇറ്റ് ഈസ് ഓക്കെ. കുറേ പോർഷൻസ് എനിക്ക് ഇഷ്ടമായി. ഋത്വിക്കിൻ്റെ ആറ്റിറ്റ്യൂഡ് ഇഷ്ടമായി, എക്സ്പ്രഷൻസ് ഇഷ്ടമായി. സോ ദാറ്റ്സ് ഓൾ. ഞാൻ പ്രത്യേകിച്ചൊന്നും എഴുതിയില്ല. നിങ്ങൾ ചെയ്തതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. സപ്പോർട്ട് ഫ്രം യുവർ കോറസ് വാസ് നൈസ്, യുവർ ഡാൻസ് വാസ് നൈസ്, ടോട്ടലി എൻജോയബിൾ. ഫെൻറ്റാസ്റ്റിക്, ഫിനോമിനൽ, ഫെൻറ്റാബുലസ് അങ്ങനെ പറയാൻ പറ്റില്ല. ഇറ്റ് വാസ് എൻജോയബിൾ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you, ma'am. ഇനിയാണ് മെയിൻ സെഷൻ മാർക്സിന്റെ. അപ്പൊ നമുക്ക് ശരത് സാറിന്റെ മാർക്സ് കേൾക്കാം. ശരത് സാർ. ഋത്വിക് സാർ 22 marks. താങ്ക് യു സാർ. 22 on 25. Alphonse, sir. ആ ഒരു എനർജിക്ക് 22. 22 on 25. Ma'am. 22.
Thank you. 22 on 25. So total 66 on 75 ആണ്. അപ്പോൾ ഈ ഒരു വലിയ സൂപ്പർ ഡൂപ്പർ പ്രോഗ്രാം സൂപ്പർ സ്റ്റാറിന്റെ ലാസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഋത്വിക്കിന്റെ. എന്തെങ്കിലും പറയാനുണ്ടോ? സന്തോഷമുണ്ട്. സന്തോഷമുണ്ട്. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയോ? ടെൻഷനൊക്കെ മാറി. Alright, all the very best to you. Thank you. And with this നമ്മൾ സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാൻ പോവാണ്. പക്ഷെ ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും മനസ്സിലായത് എന്താന്ന് പറഞ്ഞാൽ ഡിസിപ്ലിൻ ഉണ്ടെങ്കിലാണ് നമുക്ക് സക്സസിന്റെ അടുക്കാൻ തന്നെ പറ്റുക. നമ്മളുടെ സ്വന്തം സ്വപ്നങ്ങൾ നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും യാഥാർത്ഥ്യമാക്കാനായിട്ട് നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസം ഉണ്ടാവണം. എന്തൊരു കാര്യമായിക്കോട്ടെ നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ ക്രിട്ടിസൈസ് ചെയ്താലും കുഴപ്പമില്ല, ആരൊക്കെ നമ്മൾ ഡീമോട്ടിവേറ്റ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള ശക്തി ഉണ്ടായിരിക്കണം. ആൻഡ് വിത്ത് ദിസ് ലെറ്റ് മീ ടെൽ യു വി ആർ വൈൻഡിങ് അപ്പ് വിത്ത് ദിസ് സീസൺ ഓഫ് സൂപ്പർ സ്റ്റാർ. ഇനി നാളെ നമ്മൾ ഈ വേദിയിൽ എത്താൻ പോകുന്നത് സെലക്ഷൻ റൗണ്ടിലാണ്. ഈ 4 final contestants would be participating in the grand finale. I hope all of you all have really enjoyed every episode of Superstar, and stay tuned. And until tomorrow, this is me, Poojitha Menon, saying good night.